ഏപ്രിൽ മാസം വരാനിരിക്കുന്ന ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. 4-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലായിൽ വരുന്നുണ്ട്. പാലായിൽ വരുന്നത് പാലായ്ക്ക് വേണ്ടി മാത്രമല്ല, പാല, പൂഞ്ഞാർ, കോട്ടയം, ഇങ്ങനെ ആ പ്രദേശത്തിനുള്ള 3-4 മണ്ഡലത്തിന് കൂടി. കാരണം ഒരു പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ഒരു മണ്ഡലം കണക്കാക്കിയല്ല വരുന്നത്, ഒരു 3-4 മണ്ഡലത്തിന് ഒന്നിച്ചാണ് വരുന്നത്. ഇപ്പം ഇന്നലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തുകയും പത്മജയോടൊപ്പം റോഡ് ഷോ നടത്തുകയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം പത്മജയും റോഡ് ഷോ നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ വലിയ ആവേശം ഇന്നലെ തൃശ്ശൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലക്കാടും വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് മോദി വന്നിട്ട് പോയിട്ട്. ഇനിയിപ്പോൾ 4-ാം തീയതി തിരുവനന്തപുരത്തും വരുന്നുണ്ട്, പാലായിലും പോകുന്നുണ്ട്. പാലായിൽ പോകുന്നത് വേറൊരു ട്വിസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ പൂഞ്ഞാർ പോകുന്നുണ്ട്. ഈ പൂഞ്ഞാർ കൂടി വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പൂഞ്ഞാർ കൂടി ചിത്രത്തിൽ വരുമ്പോൾ ശരിക്കും PC ജോർജിൻ്റെ വിജയസാധ്യത എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. 1 1 2 അല്ല, 2 2 4 അല്ല. അതുകൊണ്ട് ഏത് കണക്ക് കൂട്ടലും എന്ത് സംഭവിക്കാം. എന്നാൽ പൂഞ്ഞാറിൽ 1957 മുതൽ 2026 വരെ എടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ആണ് കൂടുതൽ ഭാഗവും ജയിച്ചിട്ടുള്ളത്. പിന്നെ ജനതാദൾ അവിടെ ജയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ കാലവും കേരള കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് ഉണ്ടായത്. പക്ഷേ 2011 PC ജോർജ് കേരള കോൺഗ്രസ് ആയിരുന്നെങ്കിൽ 2016 ജനപക്ഷം എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജനപക്ഷം എന്ന പേരിൽ നിന്ന് PC ജോർജ് അവിടുത്തെ MLA ആയി. പക്ഷേ അതിനുശേഷം 2021 ആകുമ്പോൾ സെബാസ്റ്റ്യൻ കളത്തിങ്കലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സെബാസ്റ്റ്യൻ കളത്തിങ്കലാണ് അവിടെ ജയിച്ചത്. പക്ഷേ അപ്പോഴവിടെ BDJSൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 19,000-ലധികം വോട്ട് പിടിച്ചിട്ടുണ്ട്. ഈഴവർക്ക് നല്ലൊരു സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ആ ഈഴവരുടെ സ്വാധീനമുള്ള പ്രദേശവും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെന്ന് പറയുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി, അതുപോലെ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത്, പൂഞ്ഞാർ തെക്കേക്കരയുണ്ട്. പൂഞ്ഞാർ വടക്കുണ്ട്, തെക്കുണ്ട്. ഒന്ന് പൂഞ്ഞാർ തെക്കേക്കരയും, തീക്കോയി, തിടനാട്, എരുമേലി, കൂട്ടിക്കൽ, കോറത്തോട്, മുണ്ടക്കയം, പാറത്തോട്, ഈ പഞ്ചായത്തുകളുടെയൊക്കെ പ്രദേശങ്ങളൊക്കെ ചേരുന്നതാണ് നമ്മുടെ പൂഞ്ഞാർ മണ്ഡലം. അപ്പോൾ ഈ പൂഞ്ഞാർ മണ്ഡലത്തിലെ വലിയ ഒരു ട്വിസ്റ്റാണ് ഇപ്രാവശ്യം കാത്തിരിക്കുന്നത്. മുസ്ലിങ്ങളും ഈരാറ്റുപേട്ടയിലൊക്കെ ഉള്ള SDPക്കാരുമായിട്ടും PDPക്കാരുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയായിട്ടും പിന്നെ അല്ലാത്ത മുസ്ലിങ്ങളുമായിട്ട് അവരുമായിട്ടൊക്കെ ഉള്ളൊരു തർക്കത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒന്നാകെ വെറുപ്പിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളും പ്രസ്താവനകളുമൊക്കെ PC ജോർജിൻ്റെ അടുത്തുനിന്ന് വരികയും അതിൻ്റെ കൂടി ഫലമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയതെന്നും, എന്നാൽ അതെല്ലാം ഞാൻ പിൻവലിക്കുന്നുവെന്നും ഞാൻ അവരോട് മാപ്പ് പറയുന്നുവെന്നും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് PC ജോർജ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ആ സറണ്ടറിലൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൂടി പിടിക്കാൻ കഴിഞ്ഞാൽ, ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കൂടി പിടിക്കാൻ കഴിഞ്ഞാൽ, BDJS കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച സമ്പൂർണ്ണ വോട്ടും പിടിക്കാൻ കഴിഞ്ഞാൽ, PC ജോർജ് എന്ന വ്യക്തിക്ക് കിട്ടുന്ന വോട്ടുകൾ കൂടി പിടിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ മറ്റൊരു ചില സാധ്യതകളുള്ളത് സെബാസ്റ്റ്യൻ കളത്തിങ്കലിനെ കുറിച്ച് വികസന കാര്യത്തിൽ കുറേ വികസനം നടത്തിയെങ്കിലും ഒരു ജൈവ ബന്ധം അവിടെ വന്നിട്ടില്ല. സാധാരണ MLAമാർ ജയിക്കുന്നത് കേവലം വികസനം മാത്രം നടത്തിയിട്ടല്ല, വികസനത്തോടൊപ്പം മണ്ഡലത്തിലെ കല്യാണത്തിന് പോവുക, മരണങ്ങൾക്ക് പോവുക, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് പൊതുപരിപാടികൾക്ക് പോവുക, ലൈബ്രറിയുടെ, വായനശാലയുടെ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ, ഓണാഘോഷത്തിൻ്റെ, ക്ലബ്ബുകളുടെ, പള്ളിയിൽ, അമ്പലത്തിൽ, സകലയിടത്തും പോയി സാന്നിധ്യം അറിയിക്കുന്നതാണ് ഒരു MLA. അങ്ങനെയാണ് പലപ്പോഴും ഈ MLAമാരൊക്കെ ജയിക്കുക. MPമാർക്ക് അത്ര കുഴപ്പമില്ല, പക്ഷേ MLAമാരൊക്കെ ജയിക്കുന്നത് സമ്പൂർണ്ണമായും ജനങ്ങളെ പകുതി വികസനവും പകുതി വിശ്വാസവുമാണ്, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കലാണ്. പക്ഷേ ആ വിശ്വാസത്തിലെടുക്കൽ കാര്യത്തിൽ സെബാസ്റ്റ്യൻ കളത്തിങ്കലിന് വലിയൊരു കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊരു ജൈവ ബന്ധം അവിടെ വന്നിട്ടില്ല എന്നൊരു വാർത്ത ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നുണ്ട്. അത് PC ജോർജിനാണോ ഗുണം ചെയ്യുക, അതുപോലെ തന്നെ LDFനാണോ ഗുണം ചെയ്യുക? LDFൻ്റെ മറ്റൊരു പ്രശ്നം സ്ഥാനാർത്ഥിയെ ഒരു ഫിറ്റ് അല്ലാത്ത സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അത്ര ഫിറ്റ് അല്ലാത്ത, ദഹിക്കാത്ത, ഡൈജസ്റ്റ് ചെയ്യാത്തൊരു LDF സ്ഥാനാർത്ഥിയും ജനങ്ങളുമായി ജൈവബന്ധം കുറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു UDF സ്ഥാനാർത്ഥിയും നിൽക്കുന്ന പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോഴാണ് അവിടെ PC ജോർജിൻ്റെ സാധ്യതകൾ കയറി വരുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റി കൂടി എങ്ങോട്ട് ചിന്തിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പോകുന്നത്. PC ജോർജിന് ഒരുപാട് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ആ അപ്പർ ഹാൻഡ് PC ജോർജിന് പിന്നെ ഒരു നെഗറ്റീവായി വരാനുള്ളൊരു സാധ്യത, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ BJP ആയിപ്പോയതുകൊണ്ട്
BJP വിരുദ്ധമായി കുറേ വോട്ടുകൾ മാറിയാൽ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും വോട്ട് എങ്ങനെ പോകുമെന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെ വലിയ ഒരു പിന്നെ എന്താ പറയുക അപ്പർ ഹാൻഡ് കേരളത്തിലാകെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അല അവിടെ കിട്ടിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് LDF കാൻഡിഡേറ്റ് ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളെന്നാണ് പറഞ്ഞത്, തിരിച്ചാണ് UDF കാൻഡിഡേറ്റ്. LDFന് ബന്ധമില്ല, ജൈവബന്ധത്തിൻ്റെ പ്രശ്നമുണ്ട്. UDF കാൻഡിഡേറ്റാണ് ഡൈജസ്റ്റ് ചെയ്യാതെ, ഞാൻ പറഞ്ഞ രണ്ടും LDF ആണെന്ന് പറഞ്ഞു, അങ്ങനെയല്ല, അതൊന്ന് തിരുത്തി മനസ്സിലാക്കുക. LDFൻ്റെ അതായത് LDFൻ്റെ കാൻഡിഡേറ്റാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ, LDFൻ്റെ കാൻഡിഡേറ്റാണ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ. അപ്പോൾ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ ഈ പറഞ്ഞതുപോലെ ഒരു ജൈവബന്ധത്തിൻ്റെ ഒരു MLA എന്നുള്ള നിലയിൽ അത്ര മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ അത് LDFൻ്റെ കഥ. UDFൻ്റെ ആളിനെയാണ് ഈ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞപ്പോൾ അത് LDF എന്നാ പറയും, UDFൻ്റെ ആൾ. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ജനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ BJPയിൽ നിൽക്കുന്ന PC ജോർജ്, അതുപോലെ തന്നെ പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നു എന്നുള്ളതും ഒരു അച്ഛനും മോനും മത്സരിക്കുന്നു എന്നുള്ളതും ഒരു വേറൊരു ട്രെൻഡ് ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും PC ജോർജിൻ്റെ പൂഞ്ഞാറിലെ മത്സരം വലിയൊരു ട്രെൻഡിലേക്കാണ് പോകുന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് വളരെ പ്രധാനമാണ്, വ്യവസ്ഥകൾ പ്രധാനമാണ്. BDJSൻ്റെ 19,000-ൽ പരം വരുന്ന വോട്ട് കിട്ടിയത് സമ്പൂർണ്ണമായും അത് പിന്നെ കിട്ടണം, PC ജോർജിന് കിട്ടണം. അതിനകത്ത് BDJSന് മറ്റാരെങ്കിലും വോട്ട് ചെയ്ത് വ്യക്തിപരമായി കിട്ടിയ വോട്ടുണ്ടെങ്കിൽ അതും കൂടി കിട്ടണം. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗം വോട്ട് കൂടി കിട്ടണം. പിന്നെ UDF കാൻഡിഡേറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് അത്ര ഒരു നല്ലൊരു സുഖമുള്ളൊരു കാൻഡിഡേറ്റ് അല്ല എന്നുള്ള വലിയ വാർത്തകൾ വരുന്നത് കൊണ്ട് അതിൻ്റെ കുറേ വോട്ട് കിട്ടണം. അത് കഴിഞ്ഞ് സെബാസ്റ്റ്യൻ കളത്തുങ്കലിൻ്റെ MLA എന്നുള്ള പെർഫോമൻസിൽ വിശ്വാസത്തിൻ്റെയും ആളുകളുടെ ജൈവബന്ധത്തിൻ്റെയും ഭാഗമായിട്ടുള്ള മുറിഞ്ഞു വരുന്ന കുറേ വോട്ടുകൾ, ഇങ്ങനെ പല കഷണങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും PC ജോർജ് ജയിച്ചു കയറിയാലും അത്ഭുതമില്ല. പക്ഷെ വളരെ കോൺഫിഡൻസിലാണ് PC ജോർജ് അവിടെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ബോഡി ലാംഗ്വേജിലൊക്കെ കാണാം. ഞാൻ പറഞ്ഞു BJP ആണ് എന്നുള്ള, BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അന്തർധാരകളും അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം പല രൂപത്തിൽ വിചാരിക്കുന്നു BJPക്ക് എന്തായാലും വോട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞ് അത് UDFനോ LDFനോ പോകാം. അപ്പോഴും UDFനെ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയേക്കാം. അത് നമ്മൾ എഴുതിത്തള്ളുന്നില്ല. കാരണം സംസ്ഥാനത്താകെ ഒരു തരംഗം വരുമ്പോൾ ആ തരംഗത്തിൻ്റെ ഭാഗമായി UDFനെയും നമുക്കവിടെ എഴുതിത്തള്ളാൻ കുറച്ചുകൂടി കഴിയട്ടെ.